ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജനറൽ ഇൻട്രൊഡക്ഷൻ ടു സിവിൽ എഞ്ചിനീയറിംഗ്, പിന്നെ മേജർ ഡിസിപ്ലിൻസ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, ഇൻട്രൊഡക്ഷൻ ടു ബിൽഡിംഗ്, പിന്നെ ബിൽഡിംഗ് ഏരിയ ഡെഫിനിഷൻസ്, പിന്നെ ബിൽഡിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഇത്രയും ടോപ്പിക്കിൽ നിന്ന് നമുക്ക് നമ്മുടെ KTU എക്സാംസിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇനി എക്സാം നടക്കുമ്പോൾ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാമിന് നമുക്ക് പാർട്ട് എ, പാർട്ട് ബി എന്ന് പറഞ്ഞ് രണ്ട് പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ വരിക. പാർട്ട് എയിന്ന് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ 3 മാർക്സിന് നമുക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ വിവിധ ഡിസിപ്ലിൻസിനെ പറ്റിയിട്ട് പഠിച്ചല്ലേ, ജിയോ ടെക്നിക്കൽ, അങ്ങനെ പല പല ഡിസിപ്ലിൻസിനെ പഠിച്ചു. അപ്പം ഏതെങ്കിലും ഒരു ഡിസിപ്ലിനെ പറ്റിയിട്ട് എഴുതാൻ വരാം. ഓക്കെ, ഇപ്പം നോക്കിയേ, ദ ഡിസിപ്ലിൻ ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ദാറ്റ് ഡീൽസ് വിത്ത് പ്യൂരിഫിക്കേഷൻ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ ഡിസ്പോസൽ. അപ്പോൾ ഈ വേസ്റ്റ് വാട്ടർ ഡിസ്പോസൽ, പ്യൂരിഫിക്കേഷൻ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ഒക്കെ എന്തിലാണ് വരുന്നത്? എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിനെ പറ്റിയിട്ട് ഒരു 3 മാർക്കിന് എഴുതേണ്ടി വരും. ഓക്കെ, വാട്ട് ഈസ് നാഷണൽ ബിൽഡിംഗ് കോഡ്? നമ്മൾ NBC നാഷണൽ ബിൽഡിംഗ് കോഡ് പഠിച്ചിട്ടുണ്ട്. എന്താണ് നാഷണൽ ബിൽഡിംഗ് കോഡ് എന്നൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഫ്ലോർ ഏരിയ റേഷ്യോ. ഒത്തിരി തവണ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഫ്ലോർ ഏരിയ റേഷ്യോ, എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്? ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് ഫ്ലോർ ഏരിയ റേഷ്യോ, അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ എന്തായിരിക്കും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബിൽഡിങ്സിനെ പറ്റിയിട്ട് പഠിച്ചല്ലേ. അതിൽ ഏതെങ്കിലും ഒരു ബിൽഡിങ് എന്താണ്, വാട്ട് ഈസ് മീൻ ബൈ അസംബ്ലി ബിൽഡിംഗ്, അല്ലെ വാട്ട് ഈസ് മീൻ ബൈ ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്, വാട്ട് ഈസ് മീൻ ബൈ എഡ്യൂക്കേഷണൽ ബിൽഡിംഗ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ ലിസ്റ്റ് ചെയ്യാൻ വരാം. അതായത് സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ഡിസിപ്ലിൻസിൽ ഏതെങ്കിലും 6 എണ്ണം ലിസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വരാം. ഓക്കെ, ഇനി അടുത്തെന്താ, ഏതെങ്കിലും ഒരു ബിൽഡിംഗ് കമ്പോണൻറ്റിൻ്റെ ഫംഗ്ഷൻ എഴുതാൻ വരാം. ഇപ്പം നമ്മളോട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ പ്രീവിയസ് ഇയർ ആയിട്ട് വന്നിട്ടുള്ളത് ഫംഗ്ഷൻ ഓഫ് ഫൗണ്ടേഷൻ ആണ് ചോദിച്ചേക്കുന്നത്. ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ്റെ ഫംഗ്ഷൻ എന്താണ്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ റെലവൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ഇൻ ഓവറോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഓഫ് ദ കൺട്രി. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ്, അതിന് 3 മാർക്കിന് എഴുതിയാൽ മതി. ഓക്കെ, ഒരു സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ റെലവൻസ് എന്താ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ എന്നുള്ളത് എഴുതി വെക്കണം. ഓക്കെ, ഇനി നമ്മൾ NBC അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ബിൽഡിങ്ങിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് വരാം. പിന്നെന്താ അടുത്തത്, ബ്രാഞ്ചസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്. അത് നമ്മൾ നേരത്തെ കണ്ടില്ലേ, നമ്മൾ എൻവയോൺമെൻറ്റലിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ച പോലെ, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ച പോലെ വേറൊരു ക്വസ്റ്റ്യൻ വരാം, ബ്രാഞ്ചസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ഡീലിംഗ് വിത്ത് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് മെക്കാനിക്സ് ഓഫ് വാട്ടർ. മെക്കാനിക്സ് ഓഫ് വാട്ടറും ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സും ഡീൽ ചെയ്യുന്ന എന്താണെന്ന് നമ്മൾ പഠിച്ചത് ഫ്ലൂയിഡ് മെക്കാനിക്സ് അല്ലേ. അപ്പോൾ നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സിനെ പറ്റിയിട്ട് നമ്മൾ എഴുതേണ്ടി വരും. ഓക്കെ, ഇനി അടുത്തത് 6 ടൈപ്സ് ഓഫ് ബിൽഡിംഗ്. ഏതെങ്കിലും 6 ടൈപ്സ് ഓഫ് ബിൽഡിംഗ്, നമ്മളത് ഓൾറെഡി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നോക്കി, NBC അനുസരിച്ചിട്ട് ബിൽഡിങ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഓക്യുപ്പൻസി അനുസരിച്ചിട്ട്. അതിലേതെങ്കിലും 6 എണ്ണം നമ്മൾ ലിസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ചില ടേംസ് ചോദിക്കാം, അതായത് പ്ലിന്ത് ഏരിയ, ഫ്ലോർ ഏരിയ, കാർപ്പറ്റ് ഏരിയ. നേരത്തെ നമ്മൾ ഫ്ലോർ ഏരിയ റേഷ്യോ പറഞ്ഞില്ലേ, അതുപോലെ വരാവുന്നതാണ് പ്ലിന്ത് ഏരിയ, ഫ്ലോർ ഏരിയ, കാർപ്പറ്റ് ഏരിയ. ഇതൊക്കെ നമ്മളോട് ഡെഫിനിഷനായിട്ട് നമുക്ക് ചോദിക്കാം. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളുടെ സീനിയേഴ്സിന് വന്ന മാർക്കാണ് ഇതിൽ 3-1 എന്നൊക്കെ ഇട്ടേക്കുന്നത്. നിങ്ങളുടെ മാർക്കായിരിക്കും നിങ്ങൾക്ക് വരിക. ഓക്കെ, ഇനി അടുത്തത്, ലിസ്റ്റ് എനി 3 components of residential building, briefly explain functions of this component. അപ്പം നമുക്ക് റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ ഒരുപാട് കമ്പോണൻസ് പഠിച്ചല്ലേ, അതിൽ 3 എണ്ണം അതിൻ്റെ ഫംഗ്ഷന് മാത്രം ലിസ്റ്റ് ചെയ്യാൻ വരാം. ഓക്കെ, ഇനി എന്താ, ഒരു ഫംഗ്ഷൻ ഓഫ് എ ഡോർ, ഒരു ഡോറിൻ്റെ ഫംഗ്ഷൻ എന്താ, അത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെന്താ അടുത്തത്, ഒരു ഷോർട്ട് നോട്ട് എഴുതണം. എന്തിനാ, ഫീച്ചേഴ്സ് ഓഫ് എഡ്യൂക്കേഷണൽ ബിൽഡിംഗ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ്. അപ്പം നമ്മൾ 2 ടൈപ്പ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 2 ടൈപ്പ് ബിൽഡിങ്ങിൻ്റെ എന്താണ് ഫീച്ചേഴ്സ് ഒരു ഷോർട്ട് നോട്ടായിട്ട് നമ്മൾ എഴുതേണ്ടി വരും. ഓക്കെ ആണോ? പിന്നെ എന്താ, ചെറിയ ഷോർട്ട് നോട്ട്സ് എഴുതാം. പ്ലിന്ത്, ലിൻഡല്, സില്ല്, ഫൗണ്ടേഷൻ, ഇതെല്ലാം ബിൽഡിംഗ് കമ്പോണൻസ് അല്ലേ. അതൊക്കെ എന്താണെന്നൊരു ഷോർട്ട് നോട്ടായിട്ട് നമ്മൾ എഴുതേണ്ടി വരും. ഓക്കെ, പിന്നെ നമ്മുടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, വേരിയസ് ഡിസിപ്ലിൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് എന്താണ്. പിന്നെ കണ്ടോ, ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലിന്ത് ഏരിയ, കാർപ്പറ്റ് ഏരിയ, ഫ്ലോർ ഏരിയ റേഷ്യോ, അതൊക്കെ നമ്മൾ കണ്ടല്ലേ. അതുപോലെ പ്ലിന്ത് ഏരിയ, കാർപ്പറ്റ് ഏരിയ, ഇതിൻ്റെയൊക്കെ ഡെഫിനിഷനും നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. പിന്നെ നമ്മുടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, ഷോർട്ട് നോട്ട് ഓൺ നാഷണൽ ബിൽഡിംഗ് കോഡ്.
ഓക്കെ, ഇതൊക്കെ ആയിരിക്കണം നമുക്ക് ഇതിൽ നിന്ന് വരുന്നത്, പാർട്ട് എയിൽ വരുന്നത്. ഈ പാർട്ട് എയിൽ വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് വന്നിട്ടുണ്ട്. എന്താണ്? 2 മേജർ ഡിസിപ്ലിൻസ്, അത് രണ്ട് ഡിസിപ്ലിൻസ് എടുത്തിട്ട് അതിനെ പറ്റിയിട്ട് മാത്രം എഴുതാൻ വരും. പിന്നെ റോൾ ഓഫ് സിവിൽ എഞ്ചിനീയർ ടു ദ സൊസൈറ്റി, ഒരു സിവിൽ എഞ്ചിനീയറിന് സൊസൈറ്റിയിൽ എന്തൊക്കെ റോൾസ് ആണുള്ളത്. പിന്നെന്താ? റെസ്പോൺസിബിലിറ്റി ഓഫ് സിവിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ എൻഷുറിങ് സേഫ്റ്റി ഓഫ് ബിൽഡിംഗ് എൻവയോൺമെന്റ്, അതായത് നമ്മുടെ ആ ഒരു ബിൽഡ് ചെയ്യുന്ന എൻവയോൺമെന്റിൽ എന്താ ഒരു സേഫ്റ്റി എൻഷുർ ചെയ്യാൻ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് സിവിൽ എഞ്ചിനീയറിന് ഉള്ളത്. ഓക്കെ, പിന്നെന്താ? ഫ്ലോർ ഏരിയയുടെയും കാർപ്പറ്റ് ഏരിയയുടെയും ഡിഫറൻസ്. ഇത്ര നേരം നമ്മൾ ഡെഫിനിഷനാണ് പറഞ്ഞല്ലേ, എന്താണ് ഫ്ലോർ ഏരിയ കാർപ്പറ്റ് ഏരിയ എന്നുള്ള ഡിഫറൻസ് എഴുതുക. പിന്നെ കണ്ടോ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, ഗ്രൂപ്പ് എ ആൻഡ് ഗ്രൂപ്പ് സി ബിൽഡിങ്ങിനെ പറ്റി ഡിസ്കസ് ചെയ്യുക. അപ്പം നമ്മൾ എ ബി സി അനുസരിച്ചിട്ട് ഓരോ ബിൽഡിങ്ങും ഏതാണെന്നുള്ളതൊക്കെ നമ്മളൊരു കോഡ് വെച്ച്, ഒരു ഷോർട്ട് കോഡ് വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇൻ കേസ് നമ്മളോട് ഇപ്പോൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അങ്ങനെയൊന്നും ചോദിച്ചില്ലെങ്കിലും ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി അങ്ങനെ പറഞ്ഞിട്ട് ഓരോ ബിൽഡിങ്ങുകളുടെ പേര് പറഞ്ഞിട്ട് അതിനെ പറ്റിയിട്ട് എഴുതാനും വരാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഗ്രൂപ്പ് എയിൽ ഏതാണ്, ഗ്രൂപ്പ് ബിയിൽ ഏതാണ്, അതൊക്കെ നന്നായിട്ട് പഠിക്കണം. ഓക്കെ, ഇനി പാർട്ട് ബിയിൽ നിങ്ങൾക്ക് 9 മാർക്സിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ മിക്കത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നമ്മളിപ്പോൾ എത്ര സ്ലൈഡ് കാണിച്ചാലും അതിലെല്ലാം നമുക്ക് ഈ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഒന്നാമത്തത് ഡിസ്ക്രൈബ് വിത്ത് സ്കെച്ചസ് ദ കമ്പോണൻറ്റ് പാർട്സ് ഓഫ് റെസിഡൻഷ്യൽ ബിൽഡിംഗ്. നല്ല നീറ്റ് സ്കെച്ച് വരച്ചിട്ട് എന്താണ് നമ്മുടെ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ കമ്പോണൻസ് വരച്ച് വെക്കണം. ഓക്കെ, നമ്മൾ ഫിഗറൊക്കെ നമ്മൾ സ്ലൈഡിൽ തന്നിട്ടുണ്ട്, നിങ്ങൾ അതൊക്കെ ഒന്നുകൂടെ പോയി റെഫർ ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത എന്താ? ഹൗ ക്യാൻ യു ക്ലാസിഫൈ ദ ബിൽഡിംഗ് ബേസ്ഡ് ഓൺ ഒക്യുപ്പൻസി അക്കോർഡിംഗ് ടു നാഷണൽ ബിൽഡിംഗ് കോഡ്. അപ്പോൾ നാഷണൽ ബിൽഡിംഗ് കോഡിൻ്റെ ഒക്യുപ്പൻസി വെച്ചിട്ട് നമ്മുടെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ, അപ്പോൾ ആ ക്ലാസിഫിക്കേഷനെ പറ്റിയിട്ട് എഴുതാൻ വരാം. ഓക്കെ, അടുത്തെന്താ? ഡ്രോ എ നീറ്റ് സെക്ഷൻ ഓഫ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഷോയിങ് വേരിയസ് കമ്പോണൻസ്. അപ്പം നമ്മൾ പാർട്സ് കാണിക്കുന്നത് പോലെ തന്നെ എന്താ ഒരു നീറ്റ് സെക്ഷൻ വരച്ചിട്ട് അതിനകത്തുള്ള കമ്പോണൻസ് കാണിക്കേണ്ടി വരും. ഓക്കെ, ഇനി വേരിയസ് ടൈപ്സ് ഓഫ് ബിൽഡിംഗ് NBC അനുസരിച്ചിട്ട് സെയിം ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യനാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തേക്കുന്നത്, വേരിയസ് ടൈപ്സ് ഓഫ് ബിൽഡിങ്സിനെ പറ്റിയിട്ട്. ഇനി അടുത്ത എന്താ? ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സബ്സ്ട്രക്ചർ ആൻഡ് സൂപ്പർ സ്ട്രക്ചർ. എന്താണ് സബ്സ്ട്രക്ചർ? മണ്ണിനടിയിൽ വരുന്ന സ്ട്രക്ചറാണ് സബ്സ്ട്രക്ചർ. സൂപ്പർ സ്ട്രക്ചർ എന്താ? മണ്ണിന് മേളിൽ വരുന്നത്. അപ്പോൾ അതെന്താണെന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യേണ്ടി വരും. ഇനി അടുത്ത എന്താ? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ സെലക്ടിങ് എ സൈറ്റ് ഫോർ ബിൽഡിംഗ്. ഇപ്പം നമ്മളൊരു ബിൽഡിങ്ങിന് ഒരു സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ ഫാക്ടറുകൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് 9 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാം. ഇനി അടുത്തത് റെലവൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് തന്നെ. റെലവൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് നമ്മളൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ 3 മാർക്കിൻ്റെ പറഞ്ഞല്ലേ, അത് തന്നെ ഞാൻ 9 മാർക്സിന് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാനും വരാം. റെലവൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ഇൻ ദ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഓഫ് ദ കൺട്രി. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, എക്സ്പ്ലെയിൻ ഫങ്ഷൻസ് ഓഫ് എനി 4 കമ്പോണൻസ് ഓഫ് ബിൽഡിംഗ് വിത്ത് നീഡ് സ്കെച്ച്. ഏതെങ്കിലും 4 കമ്പോണൻറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും 3 കമ്പോണൻ്റ് ഒക്കെ വരച്ചിട്ട് അതിൻ്റെ ഫങ്ഷന് എഴുതാനായിട്ട് വരും. അപ്പം നല്ല വൃത്തിക്ക് വരയ്ക്കണം. എല്ലാ കമ്പോണൻസിൻ്റെയും ഫങ്ഷനുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇനി ഹൗ ബിൽഡിങ്സ് ആർ ക്ലാസിഫൈഡ് ആസ് പെർ ഒക്യുപ്പൻസി. NBC അനുസരിച്ചിട്ടുള്ള ഒക്യുപ്പൻസി ഇപ്പോൾ റിപ്പീറ്റഡ് 3 ടൈംസ് നമ്മൾ കണ്ടല്ലേ. ഈ ക്വസ്റ്റ്യനാണ് ഏറ്റവും കൂടുതലാണ് റിപ്പീറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇനി അടുത്ത എന്താ? നമ്മൾ ഫാക്ടേഴ്സ് കൺസിഡേർഡ് എന്താ? ഏതൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം ഒരു സൈറ്റ് സെലക്ഷൻ, റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് വേണ്ടി സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സിനെ പറ്റിയിട്ട് ഒരു ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ഇനി അത് തന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സൈറ്റ് സെലക്ഷൻ എന്ന് പറഞ്ഞിട്ട് കൺസിഡേർഡ് അല്ലെങ്കിൽ അഫക്റ്റിംഗ് അങ്ങനെ പറഞ്ഞിട്ട് മാറ്റി അതായത് ചില വേർഡുകൾ മാറ്റി സെയിം ക്വസ്റ്റ്യനുകൾ തന്നെ ചോദിച്ചേക്കുന്നത്. പിന്നെ നമ്മൾ മുമ്പേ കണ്ട ക്വസ്റ്റ്യൻ നീറ്റ് സ്കെച്ച് വരച്ചിട്ട് ഡിഫറെൻറ്റ് കമ്പോണൻസ്, അതിനകത്ത് അതിൻ്റെ ഫംഗ്ഷനുകൾ, അതിന് കഴിഞ്ഞിട്ട് എന്താ നമ്മൾ 3 കമ്പോണൻ്റ് ഫംഗ്ഷൻ സ്പെഷ്യലായിട്ട് എഴുതേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. ക്ലാസിഫിക്കേഷൻ ആസ് പെർ NBC, പിന്നെന്താ? ഡിഫറെൻറ്റ് കമ്പോണൻസ് വിത്ത് നീറ്റ് ഫിഗർ. അപ്പോൾ ഫിഗർ എല്ലാവരും വരയ്ക്കാൻ നന്നായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ഫിഗറൊക്കെ നന്നായിട്ട് വൃത്തിക്ക് വരയ്ക്കുക, കമ്പോണൻസ് ഒക്കെ നല്ല വൃത്തിക്ക് മാർക്ക് ചെയ്യണം കേട്ടോ. ഇനി എന്താ? വേരിയസ് കമ്പോണൻസ് ഓഫ് റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അത് കഴിഞ്ഞിട്ട് എന്താ? ഏതെങ്കിലും 3 കമ്പോണൻസിനെ പറ്റിയിട്ട് അവരുടെ ഫങ്ഷൻസ് എഴുതുക. ഓക്കെ, ഇനി എന്താ? ഇൻ കേസ് ഇതുപോലെ എക്സ്പ്ലെയിൻ വേരിയസ് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഫിഗർ തന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ഫിഗർ വരയ്ക്കണം കേട്ടോ. ഫിഗർ വരയ്ക്കുന്നതിന് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഫിഗർ വരച്ച് നമ്മൾ കമ്പോണൻസ് എല്ലാം നമുക്ക് അറിയാമെന്ന് നമുക്ക് ടീച്ചേഴ്സിന് മനസ്സിലാവുമല്ലോ. വായിക്കുന്നതിനെക്കാട്ടിലും നമ്മൾ പിക്ചോറിയലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായിട്ടൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ, ഇനി എന്താ? നാഷണൽ ബിൽഡിംഗ് കോഡ് NBC അനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ കണ്ടോ, അതിപ്പോൾ ഒരു 5 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത നോക്കിയേ, മെൻഷൻ ദ ഡിഫറെൻറ്റ് കമ്പോണൻസ് ഓഫ് ബിൽഡിംഗ്. അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ സെയിം അല്ലേ. ഡിസ്ക്രൈബ് ഫംഗ്ഷൻ ഓഫ് 3 കമ്പോണൻസ്. ഇനി അടുത്ത എന്താ? നമ്മുടെ സൈറ്റ് സെലക്ഷൻ ചെയ്യുമ്പോഴത്തേനും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ.
നിങ്ങൾ കണ്ടപ്പോൾ കണ്ടോ, നിങ്ങൾ എസ് എ ക്വസ്റ്റ്യൻസ് കണ്ടോ, നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻസും മിക്കത് റിപ്പീറ്റഡാണ്, പുതിയ ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിൽ വരുന്ന നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി NBC ക്ലാസിഫിക്കേഷൻ സെയിം ക്വസ്റ്റ്യൻ, 6 മേജർ ഡിസിപ്ലിൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്. അത് ഇത്രയും നേരം നമ്മൾ അതിൽ ഇതെവിടെ കണ്ടത്, പാർട്ട് എയിലാണ് കണ്ടത് അല്ലേ. അപ്പോൾ പാർട്ട് ബിയിൽ മേജർ ഡിസിപ്ലിൻസിനെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അത് കാരണം അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഓക്കെ, പിന്നെ സൈറ്റ് സെലക്ഷൻ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ്. ഓക്കെ, പിന്നെന്താ, നമ്മുടെ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ കമ്പോണൻറ്റ് സ്കെച്ച് വരച്ചിട്ട് ചെയ്യാനുള്ള സെയിം ക്വസ്റ്റ്യൻ, ഇത് റിപ്പീറ്റഡ് അല്ലേ. പിന്നെ എന്താ, ഫാക്ടേഴ്സ് കൺസിഡേർഡ്. ഓക്കെ, പിന്നെ ഇവിടെ പുതുതായിട്ട് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കാർപ്പറ്റ് ഏരിയ ആൻഡ് ഫ്ലോർ ഏരിയ. അപ്പോൾ അത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കാർപ്പറ്റ് ഏരിയ ആൻഡ് ഫ്ലോർ ഏരിയ ഇത് 6 മാർക്സിന് വന്നേക്കുന്നത് നിങ്ങളുടെ സീനിയേഴ്സിന്. അപ്പോൾ അത് എന്തായിരിക്കണം, നിങ്ങൾക്ക് 9 മാർക്സിന് വരാൻ ചാൻസ് കുറവാണ്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ്റെ സബ് പാർട്ടായിട്ട് വേണമെങ്കിൽ ഇത് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് ലിസ്റ്റ് ദ ടൈപ്പ് ഓഫ് ബിൽഡിംഗ് ആസ് പെർ ഓക്യുപ്പൻസി. അത് നമുക്കറിയാമല്ലോ, NBC അനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഓക്കെ, ഏതെങ്കിലും 4 എഴുതാൽ മതി അല്ലേ. ഇനി അടുത്ത എന്താ, കമ്പോണൻസ് ഓഫ് ബിൽഡിംഗ് വിത്ത് നീറ്റ് ഫിഗർ, അതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്. NBC അനുസരിച്ചിട്ട് ബിൽഡിംഗ് ക്ലാസിഫിക്കേഷൻ, അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്. ഓക്കെ, പിന്നെന്താ റിപ്പീറ്റഡ്. പിന്നെന്താ, എക്സ്പ്ലെയിൻ റോൾ ഓഫ് NBC കേരള ബിൽഡിംഗ് റൂള് കോസ്റ്റൽ റെഗുലേഷൻസ് ഓൺ നോംസ് ഇൻ ദ ബിൽഡിംഗ് റൂൾസ്. അപ്പോൾ ഇതോടെ നമ്മൾ പഠിക്കണം കേട്ടോ. ഇതൊരു പുതിയ ക്വസ്റ്റ്യനാണ്, അതായത് 9 മാർക്സിനൊക്കെ ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യനാണ്. എന്താ റോൾ എന്താണ്, നാഷണൽ ബിൽഡിംഗ് കോഡ് അല്ലെങ്കിൽ കേരള ബിൽഡിംഗ് റൂള് അല്ലെങ്കിൽ കോസ്റ്റൽ റെഗുലേഷൻസ് ഓണൊക്കെ ഇതുപോലെ എന്താ ബിൽഡിംഗ് റൂൾസ് റെഗുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ റോൾ എന്താണ്, ഇതുപോലെ റൂൾസ് കൊടുക്കുമ്പോൾ എന്താണ് അവരുടെ റോള്, മെയിൻ റോൾ എന്താണെന്നുള്ളതുകൂടെ പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി അടുത്തത് മേജർ ഫാക്ടേഴ്സ്, 5 ഫാക്ടേഴ്സ് ഒക്കെ എഴുതാൻ. ഓക്കെ, പിന്നെന്താ, ഇത് കണ്ടോ ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്, ഇച്ചിരി ട്വിസ്റ്റ് ആയിട്ട് ചെയ്തേക്ക് കണ്ടോ. ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ്സ് ഹാവ് എ ഡീപ്പ് ഇമ്പാക്ട് ഓൺ കൺട്രീസ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് എ സിവിൽ എഞ്ചിനീയർ ദിസ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് എ കൺട്രി. സബ്സ്റ്റാൻഷിയേറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ഫ്രം വാട്ട് യു ഹാവ് ലേൺ ഇൻ ദിസ് സബ്ജക്റ്റ്. അപ്പോൾ നമ്മളായിട്ട് എഴുതേണ്ടി വരും, നമ്മൾ പഠിച്ചു തന്നെ എന്താ റോൾ ഓഫ് സിവിൽ എഞ്ചിനീയർ നമ്മൾ പഠിച്ചില്ലേ, അതിനെ പറ്റിയിട്ട് തന്നെ എഴുതിയാൽ മതി. റോൾ ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ഇൻ ദ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് ഓഫ് ദ കൺട്രി നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ, അതിനെ പറ്റിയിട്ട് തന്നെ ഒന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് എഴുതിയിട്ട് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പോയിന്റ്സ് കൂടെ നമ്മൾ ആഡ് ചെയ്ത് എഴുതണം. ഓക്കെ, ഇനി അടുത്ത് എന്താ, വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് സൈറ്റ്. ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേനും നമ്മൾ എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ആണ് ഒരു സൈറ്റിൽ കൺസിഡർ ചെയ്യേണ്ടത്. പിന്നെ എന്താ കണ്ടോ, ചില ഡോറിൻ്റെ വിൻഡോയുടെ ഫംഗ്ഷൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ലിൻഡലിൻ്റെ ഫംഗ്ഷൻ, അല്ലെങ്കിൽ റൂഫ് സ്ലാബിൻ്റെ ഫംഗ്ഷൻ, അല്ലെങ്കിൽ ഒരു കോളത്തിൻ്റെ ഫംഗ്ഷൻ, അല്ലെങ്കിൽ ഒരു ബീമിൻ്റെ ഫംഗ്ഷൻ, അങ്ങനെയൊക്കെ വന്നിട്ട് വേണേൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ഇനി ഇതുപോലെ ഡോറ് വിൻഡോ ഒക്കെ പൊസിഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടറുകൾ കൺസിഡർ ചെയ്യണം. പിന്നെ ഇതുപോലെ കുറച്ച് ഡെഫിനിഷൻ, ഈ പ്ലിന്ത് ഏരിയ, കാർപ്പറ്റ് ഏരിയ, ഫ്ലോർ ഏരിയ റേഷ്യോ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് ചോദിക്കാം, നമുക്കൊരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കറക്റ്റായിട്ട് ചോദിക്കാം. ഒരു ജനറൽ ക്വസ്റ്റ്യൻ അല്ലാതെ കറക്റ്റ് ഡെഫിനിഷൻ ഉണ്ടല്ലോ, അപ്പോൾ ഡെഫിനിഷനായിട്ട് ചോദിക്കാൻ പറ്റുന്ന നല്ലൊരു ക്വസ്റ്റ്യനാണ് ഈ പ്ലിന്ത് ഏരിയ, കാർപ്പറ്റ് ഏരിയ, ഫ്ലോർ ഏരിയ റേഷ്യോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ടോ. ഇനി അടുത്തത് എന്താ, 5 ഇമ്പോർട്ടൻറ്റ് റോൾസ് ഓഫ് സിവിൽ എഞ്ചിനീയർ ഇൻ ദ സൊസൈറ്റി. അതുപോലെ എന്താ, നമുക്ക് ഈ 5 ഇമ്പോർട്ടൻറ്റ് റോൾസ് എന്ന് പറഞ്ഞപ്പോൾ അത് നിങ്ങളുടെ സീനിയേഴ്സിന് 5 മാർക്സിന് വന്നാണ്. നിങ്ങൾക്ക് വേണേൽ അത് 5 എന്നല്ലാതെ ഇമ്പോർട്ടൻറ്റ് റോൾസ് ഓഫ് സിവിൽ എഞ്ചിനീയർ ഇൻ ദ സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, കമ്പോണൻസ് വരച്ച് കഴിഞ്ഞിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, ഈ ഡയഗ്രാം വരയ്ക്കാൻ എന്തായാലും പഠിക്കണം. പിന്നെ നമ്മൾ എന്താ, റോൾ ഓഫ് നാഷണൽ ബിൽഡിംഗ് കോഡ്, കേരള ബിൽഡിംഗ് റൂള്, കോസ്റ്റൽ റെഗുലേഷൻസ് ഓൺ നോംസ് ഇൻ ദ ബിൽഡിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻ പ്രിവെയിലിംഗ് ഇൻ അവർ കൺട്രി. അപ്പോൾ അതിൻ്റെ റോൾസ് കൂടെ എന്ന് എഴുതി വെക്കുക. ഓക്കെ, ഇനി നമ്മുടെ ഒരു വേരിയസ് ബിൽഡിംഗ് കമ്പോണൻസ്, നമ്മുടെ ബിൽഡിങ്ങിൽ ഏതൊക്കെ കമ്പോണൻസാണ് ഉള്ളതെന്ന് ഇന്ന് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് പാർട്ട് എയിൽ വന്നാണ്, ഇത് പാർട്ട് എയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ജസ്റ്റ് ഏതെങ്കിലും 3 ബിൽഡിംഗ് കമ്പോണൻസിൻ്റെ മാത്രം ഫംഗ്ഷൻ, അതും പാർട്ട് എയിൽ ചോദിക്കാവുന്ന കേട്ടോ. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ പാർട്ട് ബിയിൽ വരുന്ന. ഇനി ലിസ്റ്റ് ഔട്ട് എനി 6 ഡിസിപ്ലിൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്, അത് നമുക്ക് പാർട്ട് എയിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സൈറ്റ് സെലക്ഷൻ ഓഫ് എ ബിൽഡിംഗ്. നമ്മൾ സൈറ്റ് സെലക്ട് ചെയ്യുമ്പോഴത്തേനും എന്തൊക്കെ ഫാക്ടറുകൾ കൺസിഡർ ചെയ്യണം, അത് നമ്മുടെ പാർട്ട് ബിയിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കണ്ടോ. എല്ലാ ക്വസ്റ്റ്യനുകളും റിപ്പീറ്റഡ് അല്ലേ, നമുക്ക് ഇത്രയും വലിയൊരു സിലബസ് ആണ്, നമുക്ക് ഒരു ടോപ്പിക്സ് ആണ് ഉള്ളതെങ്കിലും നമുക്ക് അതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെ. ഓക്കെ, അപ്പോൾ ഇതൊരു ജനറൽ ആയിട്ടുള്ളതാണ്, പ്രോബ്ലമാറ്റിക് അല്ല, ഒരു ജനറൽ ആയിട്ടുള്ളത് കാരണം നിങ്ങൾ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, എന്നാലേ നമുക്ക് എഴുതാൻ നേരം കറക്റ്റ് കിട്ടത്തുള്ളൂ. ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോയിട്ട് കാര്യമില്ല, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, പിന്നെ സെയിം സൈറ്റ് സെലക്ഷന് കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ, നല്ലതായിട്ട് ഫിഗർ വരച്ചിട്ട് നമ്മുടെ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ പാർട്ടുകൾ ലിസ്റ്റ് ചെയ്യുക.
ഓക്കെ, പിന്നെ മേജർ ഡിസിപ്ലിൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിങ്ങിനെ പറ്റിയിട്ട് ഒരു 10 മാർക്സിന് ക്വസ്റ്റ്യൻ, അത് നിങ്ങൾക്ക് ഒരു 9 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അതായത് എന്താ മേജർ ഡിസിപ്ലിൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിങ്ങും പിന്നെ ഓരോ ഡിസിപ്ലിൻ്റെ എന്താ റോള്, ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഓരോ ഡിസിപ്ലിനും എന്ത് റോളാണ് വഹിക്കുന്നത്. ഓക്കെ, ഇനി ഫ്ലോർ ഏരിയ റേഷ്യോ അതിൻ്റെ സിഗ്നിഫിക്കൻസും ഒക്കെ നമുക്ക് പാർട്ട് എയിൽ ചോദിക്കാം. ഇനി നമ്മുടെ എന്താ എനി 2 ക്ലാസിഫിക്കേഷൻ ഓഫ് ബിൽഡിംഗ്, അതായത് ഒക്യുപ്പൻസി അനുസരിച്ചിട്ട് NBCയുടെ ഏതെങ്കിലും 2 ക്ലാസിഫിക്കേഷൻ, 2ഓ 3ഓ ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ NBC നാഷണൽ ബിൽഡിംഗ് കോഡ്, കോസ്റ്റൽ റെഗുലേഷൻസ് ഓൺ നോംസ്, ഓക്കെ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ, ഇപ്പം 3 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഫ്ലോർ ഏരിയ, കാർപ്പറ്റ് ഏരിയ, ഇതിൻ്റെയൊക്കെ ഡെഫിനിഷന്, പിന്നെ റെസ്പോൺസിബിലിറ്റി ഓഫ് സിവിൽ എഞ്ചിനീയർ, ഇതൊക്കെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ 9 മാർക്സിന് വരുന്ന ക്വസ്റ്റ്യനുകൾ അല്ലെങ്കിൽ എസ്എ പാർട്ടിൽ വന്ന ക്വസ്റ്റ്യനുകളെല്ലാം തന്നെ റിപ്പീറ്റഡ് അല്ലേ. പിന്നെ റോൾ ഓഫ് സിവിൽ എഞ്ചിനീയർ ആണ് പിന്നെ വന്നേക്കുന്നത്. എന്താ പിന്നെ വേറെ പുതിയൊരു ക്വസ്റ്റ്യൻ ഉണ്ടോ, ലിസ്റ്റ് ഔട്ട് ദ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് വിച്ച് ആർ പ്രൊഹിബിറ്റഡ് ആസ് പെർ കോസ്റ്റൽ റെഗുലേഷൻസ് ഓൺ നോംസ്. അപ്പം കോസ്റ്റൽ റെഗുലേഷൻസ് ഓൺ നോംസ് അനുസരിച്ചിട്ട് ആ കോസ്റ്റൽ റെഗുലേഷൻ സോൺ 4 സോൺ നമ്മൾ പഠിച്ചു. സോൺ 1, 2, 3, 4 എന്ന് പഠിച്ചു. ഓരോ സോണിലും എന്തൊക്കെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ആണ് എന്താ നമ്മൾ പ്രൊഹിബിറ്റ് ചെയ്തേക്കുന്നത് അതിനെ പറ്റിയിട്ട് എഴുതാൻ വരും. ഓക്കെ, ഇനി അടുത്ത കണ്ടോ, മിനിമം സൈസ് റിക്വയർമെൻറ്റ് ഓഫ് റൂം ഫോർ എ റെസിഡൻഷ്യൽ ബിൽഡിംഗ്. അപ്പം നമ്മൾ NBCയിൽ ഓരോ റൂമിൻ്റെയും സൈസ് ഏകദേശം എത്രയാണ് അതിൻ്റെ ലിമിറ്റ് ചെയ്തേക്കുന്നതുകൂടെ നമ്മളൊന്ന് നോക്കണം. ഓക്കെ, പിന്നെ കമ്പോണൻസ് നീഡ് സ്കെച്ച് വെച്ച് വരയ്ക്കാനാണ്. പിന്നെന്താ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിൽഡിംഗ് ആസ് പെർ NBC. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന എന്താ, നമുക്ക് പാർട്ട് ബിയിൽ മെയിൻലി വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, NBC വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ വന്നിട്ടുണ്ട്, പിന്നെ റോൾ ഓഫ് സിവിൽ എഞ്ചിനീയർ വന്നിട്ടുണ്ട്, പിന്നെ നമ്മൾ സൈറ്റ് സെലക്ഷന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താ വന്നിട്ടുള്ളത്, ബിൽഡിങ്ങിൻ്റെ കമ്പോണൻസ് വരച്ചിട്ട് അതിൻ്റെ പാർട്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യും. മെയിൻലി ഈ ക്വസ്റ്റ്യൻസ് ആണ് വന്നേക്കുന്നത്. അത് കൂടാതെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പോർഷൻസ് പഠിക്കുമ്പോഴത്തേനും നന്നായിട്ട് ഇതിൽ വരുന്ന പോയിൻറ്റ്സുകൾ മെയിൻലി നിങ്ങൾ ഫിഗർ നന്നായിട്ട് വരയ്ക്കണം. ഓരോരോ ഗ്രൂപ്പുകൾ ABC ഏതൊക്കെ ഗ്രൂപ്പുകളാണ്, അതിൽ ഏതൊക്കെ ബിൽഡിങ്ങുകളാണ് വരുന്നത് അതിനെ പറ്റിയിട്ട് പഠിക്കണം. പിന്നെ കോസ്റ്റൽ റെഗുലേഷൻ സോണ്, പിന്നെന്താ നമ്മുടെ NBC കേരള ബിൽഡിംഗ് റൂള്, ഓക്കെ, ഇതൊക്കെ എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ റോൾ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ ഒന്ന് നോക്കിയാൽ മതി. പൊതുവെ എളുപ്പമുള്ളൊരു മോഡുള്ള പ്രോബ്ലംസ് ഒന്നുമില്ല, പോയിന്റ്സ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഒന്ന് ഫിഗർ വരയ്ക്കാൻ പഠിക്കണം, ബിൽഡിങ്ങിൻ്റെ അതിൻ്റെ കമ്പോണൻസിൻ്റെ ഫിഗർ വരയ്ക്കാൻ പഠിക്കണം. ഇത്രയാണ് ഈ മോഡ്യൂളിൽ നിന്ന് മെയിൻലി നിങ്ങൾ പഠിക്കേണ്ടത്. ഇപ്പം കണ്ടല്ലോ ഒരുമാതിരി വന്നിട്ടുള്ള ഒരു 10-30 ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിട്ട് അതിനകത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഇതിനകത്ത് ഇട്ടത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് കാണുമ്പോൾ അത് വന്നിട്ടുണ്ടല്ലോ എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം ഇതിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.